ഗോവിന്ദേട്ടാ എന്റെ ഉണ്ണി, ഞാൻ എന്തു പറയുമെന്ന് ആലോചിക്കണം. 24 തെങ്ങും എന്ന് കൂടുതൽ കിട്ടിയാല് ഒരു വലിക്ക് 200 തേങ്ങ. ഇപ്പൊ തന്നെ 3-3.5 വർഷത്തേക്കുള്ള പാട്ടക്കാശ് കുടിശ്ശികയാണ്. ഇനിയും കൂടുതല്. ഗോവിന്ദേട്ടൻ അവധിയും വർഷമൊന്നും കണക്കാക്കണ്ട. കടം തീരുന്നവരെ നാളികേരം എടുത്തോളൂ. ഉണ്ണി എന്തായി പറയണത്? ബുദ്ധിമുട്ട് കൊണ്ടാ. കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കുത്തനെ ഇടിയുക. കുട്ടികളെ പോറ്റാൻ 4 കാശ് കിട്ടാനാണല്ലോ ഞാനും മെനക്കെടുന്നത്. ചിരട്ടയും ചകിരിയും വിറ്റാൽ ഇപ്പോഴത്തെ കൂലിച്ചെലവ് ഒക്കൂല. കൊപ്ര വിറ്റിട്ട് അടുത്ത മാസം എന്തെങ്കിലും തരാം. ഉണ്ണി ഇപ്പൊ പോ. ഉണ്ണി, നീ വെറും കൈയോടെ പോകുന്നത് കാണാൻ വിഷമമുണ്ട് കുട്ടി. ഒന്നുമില്ലേലും പാലമാഷ്ട മോനല്ലേ. വന്ന സ്ഥിതിക്ക് ഇത് വെച്ചോളൂ. കുറച്ചേ ഉള്ളൂ. ഗോവിന്ദേട്ടാ, റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാന്ന കാരണത്താൽ എത്രയോ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ജോലി കിട്ടാതെ തിരിച്ചു പോന്നിട്ടുണ്ട്. ബാലമാഷ മോനാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം എനിക്ക് ജോലി കിട്ടും. പക്ഷേ ജീവിക്കാൻ അച്ഛന്റെ പേര് ദുരുപയോഗം ചെയ്യില്ലെന്ന് മരണസമയത്ത് വാക്കുകൊടുത്തുപോയി. വിഷമമുണ്ട്. അച്ഛന്റെ പേര് തരുന്ന ഒന്നും വേണ്ട. പിന്നെ ഭിക്ഷ തണ്ടാൻ തുടങ്ങുമ്പോ ഇവിടെയും വന്നോളാം. എങ്ങനെ മതി, ഇങ്ങോട്ട് എടുക്ക്. നേരം പോണം. ഉണ്ണി വരുന്നു, വല്ലതും കൊടുക്കണേ. ഇതാര്? ഉണ്ണിയോ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. അച്ഛന്റെ പേരും പെരുമയൊക്കെ പറഞ്ഞു നടന്നാൽ അമ്മ പെങ്ങന്മാരെ പട്ടിണി മാറില്ല. നീ എനിക്കൊരു പെട്ടി മീൻ ഇറക്കി തരൂ. ഉണ്ണി ഇവിടെ വേണ്ട, തെക്കേ കവലയിൽ മതി. ഞാൻ വിറ്റോളാം. ഉണ്ണി, നീ ഞാനും നീയും വാസുവും ഒക്കെ ഒന്നിച്ച് കളിച്ചും പഠിച്ചും വളർന്നവരാ. നിങ്ങൾക്കൊന്നും അച്ഛന്റെ പെരുമ പേരുദോഷമാവാത്തതുകൊണ്ട് കീശയിൽ എപ്പോഴും ചില്ലറ കാണും. പേര് കേട്ട അച്ഛന്റെ മോനായ ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വരുമ്പോ കൂട്ടുകാരായ നിങ്ങൾ പണം ഒളിപ്പിച്ചു പിടിക്കേണ്ട ഗതികേട് വരിക. അച്ഛന്റെ പേരിൽ കിട്ടുന്ന ദാനം വാങ്ങി ജീവിക്കുന്നതിനും ഭേദം മീൻകച്ചവടം തന്നെയാണ് നല്ലത്. ഉണ്ണിക്ക് ഇപ്പോഴെങ്കിലും നേരം വെളുത്തല്ലോ. അപ്പൂപ്പൻ ആനപ്പുറത്ത് ഇരുന്നെന്ന് കരുതി ആനയുടെ ചന്തി തഴമ്പൂരിലൊന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്ന് പോണം. ചന്തിയിലല്ലേ? നന്നായി ഉണ്ണി, നന്നായി. മത്തി അയല ചൂര രൂപയ്ക്കെട്ട് 8 രൂപയ്ക്കെട്ട് അയലജാള ചൂരേ. അങ്ങോട്ട് വിളിയെന്ന അയലജാള ചൂര. അറബിക്കടലിലെ തിരമാലകൾ തഴുകി കരയ്ക്ക് വന്ന് നിങ്ങളെ മാടി വിളിക്കുന്നു ചാളകൾ. ഒരാഴ്ചയായി നിങ്ങളിൽ കണ്ണും നട്ട് കാത്തിരിക്കുന്നു 2 ഇടച്ചൂരകൾ. അങ്ങോട്ട് വിളിയെന്ന. ഒന്ന് പോടെ അണ്ണ. പതിവില്ലാതെ അണ്ണൻ ചന്ത വന്നപ്പം പെണ്ണുങ്ങളും ഇല്ല. അയല ചാള ചാള. അയല 2 ഉള്ളൂ. ചാള ചാളേ ചാള ചാളേ ചാളേ അയല അയല ചാള ചാള ചൂര അയല 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 അയല. എന്താണോ നിനക്ക് ചന്തല മര്യാദ അറിയില്ലേ? ഒന്നും വിറ്റിട്ടില്ല മുസാക്ക, ശല്യപ്പെടുത്തരുത്. അതൊന്നും എനിക്കറിയണ്ട. 100 രൂപ ഇടറ. ഒന്നും വിറ്റിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ മീൻ മതി. ഉപദ്രവിക്കരുത്. ജീവിക്കാൻ വേണ്ടി തുടങ്ങിയതാ. അയ്യോ മൂസാക്ക ഒന്നും ചെയ്യരുത്. ഇവൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. നീ ചന്തപ്പിലോ തരില്ല. അവന്റെ ഒരു മീൻ.
കുടി. തൃപ്തിയായില്ല നിനക്ക്? ഈ മണ്ണി കിടക്കുന്ന 2000 രൂപയുടെ മീനാ. നഷ്ടം ഞാൻ സഹിക്കണം അല്ലേ? മധു, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ടടാ, എനിക്കൊന്നും കേൾക്കണ്ട. നീ നന്നാൻ പോടില്ല. ക്ലച്ച് പിടിക്കില്ല എന്ന് സ്വയം തീരുമാനിച്ച കൂട്ടത്തില നീയൊക്കെ. മധു, ഞാൻ ഒന്നും ചെയ്തില്ലടാ. അവനാണ് തെമ്മാടിത്തരം കാണിച്ചത്. മധു, നീ ഉണ്ണിയെ കുറ്റം പറയണ്ട. ആ മൂരി വന്ന് അടിയായിരുന്നു വാങ്ങായിരുന്നു. ഒരുത്തം മേക്കിട്ട് വരുമ്പോ പിന്നെ കയ്യും കെട്ടി നോക്കിക്ക്. ചിലപ്പോ വേണ്ടി വരും. കച്ചവടത്തിന് ചില നയവും തന്ത്രവും ഒക്കെ ഉണ്ട്. കാലത്തെന്തൊരു വീരവാദമായിരുന്നു. ഇല്ലടാ, നീ ശരിയാവില്ല. അച്ഛന്റെ പെരുമയുടെ ഔദാര്യത്തില് ഭിക്ഷ വാങ്ങി തെണ്ടിയും ജീവിക്കാനാ നിന്റെ യോഗം. മക്കളെ, കാർഗിലിൽ നവാസ് ഷരീഫിന്റെ ചീട്ട് കീറിയ മാതിരി നമ്മളെ മൂരി മൂസല്ല ചീട്ട് കീറി. എടാ നമുക്ക് ഇതൊന്ന് കൂടിയടാ. നീ ഏത് സമയത്തും ക്ലാസ്സിനുള്ളിൽ കൈയിട്ട് ഇങ്ങനെ തിരിച്ചു കളിച്ചോ. എന്താ മമ്മദൊക്കെ കാര്യം? എന്താ കാര്യന്നോ? അന്നെ ആ കുറുപ്പും മൂരി മൂസനെ ആ നായരും ഒക്കെ കാളക്കൂറ്റന്മാരെ പോലെ തീറ്റിപ്പോറ്റിന് വെറുതെ ആ ഉണ്ണിന്റെ ഒരു അടി കിട്ടപ്പോ മൂസന്റെ കണ്ണിന്ന് പൊന്നീച്ച പാറിയില്ലേ? അടി നടന്നെന്നോ? അടിയല്ല, യുദ്ധാണ്. ഇന്ത്യ പാക് യുദ്ധം പോലെ ഇങ്ങനൊരു ഏറ്റുമുട്ടൽ ഞാൻ കാണുന്നത് നടാരാണ്. അൽഹംദുലില്ലാ, ഞാൻ തന്നെ സാമാനം വേങ്ങാൻ നേരിട്ട് പോയത് എത്ര നന്നായി. ഒന്നുമില്ലെങ്കിലും നല്ലൊരു അടി നേരിട്ട് കാണാൻ പറ്റിയല്ലോ. എനിക്ക് റാഹത്തായി. വീണ് മൂക്കുത്തിയത് മൂരി മൂസ. ഓ നായരാളാണ്. അതിനെ തോൽവി നായര കണക്കിലിടാം. ഇനിയിപ്പോ ജയിച്ച ഉണ്ണിക്കും ഒരു കള്ളി വരക്കേണ്ടി വരുമോന്നാ. അടി ഇനി നടക്കും മമ്മദക്ക. സംശയണ്ടോ? നിങ്ങൾ എന്ത് പോയത്തക്കാരനാ? ആ നായരും കൂടുതലും വെറുതെ ഇരിക്കൂ. അടി ഇനി വിഷുവിന് മാലപ്പടക്കം കത്തിച്ച മാതിരി കിടക്കല്ലേ. തോറ്റത് നായരുടെ ആളാണല്ലോ. എങ്കിൽ തോൽപ്പിച്ചത് കുറുപ്പിന് വേണ്ടിയായിരിക്കും. ചത്തത് ഗീതകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. എന്താ? അല്ല, അത് നേരാണല്ലോ. ഉണ്ണി ചിലപ്പോ കുറുപ്പിന് വേണ്ടി അടിച്ചതാണെങ്കിലോ? എന്നാ മാർക്ക് കുറുപ്പിനിടാം. ആ അറുമുഖ, ഉണ്ണി വന്ന മാട്ടത്തറയിൽ അഗ്ഗ ചീട്ടും കീറും മോനെ. അപ്പൊ മാർക്ക് ഒന്നായിട്ട് ഇടനെ. ഓലെ പറ്റിയിട്ടില്ല. എടാ മോനെ, നമുക്ക് എനിക്കൊരു ചായ. ഒരു പരട്ടച്ചറക്കന്റെ അടിയും മേടിച്ച് വന്നിരിക്കുന്നു. ഇവിടെ വെച്ചു വിടുന്നത് വെട്ടി വിഴുങ്ങല്ലാതെ നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാവണ? ഓത്തുപോലെ ശരീരം നിർപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ശരീരത്തിനും മനസ്സിനും കരുത്ത് വേണം. നിന്റെയൊക്കെ ദേഹത്തെ മാംസം കൊത്തിയരിഞ്ഞ് പട്ടിക്കെട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ പട്ടി വഴി പക വീട്ടിയേനെ. അത് പിന്നെ ആ ഉണ്ണി ഒന്ന് വരട്ടാന്ന് വെച്ചു. മിണ്ടിപ്പോകരുത്. എന്റെ ഈശ്വര, ഞാൻ ഇനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? അല്ലെങ്കിൽ തന്നെ മമ്മദിന്റെ സ്കോർ ബോർഡിൽ കുറിപ്പിന്റെ കൂടെ ഉയർന്നു നിൽക്കുക. അതിനിടയ്ക്ക് ഇപ്പൊ ഇതും മുമ്പിൽ പോടാ.